ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ്. അപ്പോൾ ഡാനീസ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം. രാവിലെ എന്നത്തെയും പോലെ തന്നെ രാവിലെ എഴുന്നേറ്റു. നീനു ബേബി ഇന്നലെ രാത്രി ഫുൾ എന്നെ ഉറക്കിയില്ല ഗൈസ്. ഞാനതുകൊണ്ട് അവളിങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ തുണികളുണ്ട്. എല്ലാ വീട്ടിലും എന്നും തുണിയാണോ കഴിയുക? ഇവിടെ എന്നും തുണിയാണ്. ഞങ്ങൾ ഡെയിലി തുണി കഴിയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ലച്ചുവിനെ വിളിക്കുകയാണ്. ലച്ചു അവിടെ വേറൊരു പെമ്പട്ടി മതിലിൻ്റെ അപ്പുറത്ത് പോയി നിന്നിട്ട് അവനെ വിളിച്ച് അവൻ നേരെ മണ്ടേ കയറിപ്പോയി. ഞാനങ്ങനെ അവനെ വഴക്ക് പറഞ്ഞ് രാവിലെ എല്ലാവർക്കും വഴക്കാണ് ടീച്ചർ. വഴക്ക് പറഞ്ഞ് അവനെ താഴെ ഇറക്കുവാണ്. ഇത് ലച്ചുവിനെ കണ്ടിട്ട് നീനു ബേബിയുടെ ഒരു പ്രകസനമാണ് ഗൈസ്. പ്രകസനം ലച്ചുവിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പുറത്ത് പൂച്ച ഇപ്പോൾ ഉണ്ട് കേട്ടോ. പൂച്ചേനെ ചൂണ്ടിക്കാണിച്ചിട്ടൊക്കെ ഭയങ്കര സന്തോഷവും പ്രകടനങ്ങളും ഒക്കെയാണ് ദയിക്കുന്ന പൂച്ച. ഇത് ആമ്പൂച്ചയാണ് കേട്ടോ. അപ്പം ആദ്യം ഞങ്ങൾ വിചാരിച്ചത് പെമ്പൂച്ചയാണെന്നാണ്. പിന്നെയാണ് നമ്മൾ ആ നഗ്നസത്യം മനസ്സിലാക്കുന്നത് ഇവ പെണ്ണല്ല, ഇവ ആണാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ മോട്ടു ആണല്ല കേട്ടോ, പെണ്ണാണ്. അവൻ്റെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു ഗൈസ്. അപ്പോൾ രാവിലെ നല്ല വെയിലായിരുന്നു കേട്ടോ, നല്ല വെയിലായിരുന്നു. ഇത് നമ്മൾ മേടിച്ച് വളർത്തിയ ഒരു ചെടിയാണ്. ഇത് കാറ്റ്ലോഗ് ആണ് കേട്ടോ, മറ്റേൻ്റെ പേരെനിക്കറിയത്തില്ല. ഇത് നന്നായിട്ട് പടർന്നൊരു യെല്ലോ കളർ പൂവാണ് കേട്ടോ ആ കാറ്റ്ലോഗിനകത്ത് പിടിക്കുന്നത്. മറ്റതിനകത്ത് പൂവൊന്നും കിളിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോണത്. ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലൂട്ടോതയോൺ പ്ലസ് വൈറ്റമിൻ സി ടാബ്ലറ്റ് ആണ്. ഒരു ടാബ്ലറ്റിൽ 500 mg ഗ്ലൂട്ടോതയോൺ പ്ലസ് 40 mg വൈറ്റമിൻ സി ആണ് അടങ്ങിയിട്ടുള്ളത്. 250 ml ഡെയിലി വൺസ് ഫുഡിന് ശേഷമാണ് കൺസ്യൂം ചെയ്യാനുള്ളത് കേട്ടോ. ജാപ്പനീസ് ഗ്ലൂട്ടോതയോൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇതിന് ലൈം ആൻഡ് സ്ട്രോബെറി ഫ്ലേവർ ആണ്. ഇപ്പോൾ ബ്ലാക്ക് കറണ്ടിലും അവൈലബിൾ ആണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ബ്ലോട്ടിംഗ് ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. AD10 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 10% ഓഫ് കിട്ടും. കൂടാതെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്കയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ക് കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നീനു ബേബിനെയും കൊണ്ടൊരു വാക്കിന് പോയി. ഇവിടെ നല്ല രസമാണ് കേട്ടോ രാവിലെ നടക്കാനൊക്കെ. രാവിലെ മാത്രമേ ഉള്ളൂ, കാരണം ഉച്ചയാകുമ്പോഴത്തേക്കും ഭയങ്കര ചൂടാണ്. ഇവിടെ രാവിലെ ഭയങ്കര തണുപ്പാണെങ്കിലും ഒരു 11 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ചൂടാണ്, റബ്ബർ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ രാവിലെയൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്ന് നല്ല തണുപ്പത്തൊക്കെ നടന്ന് നീനു ബേബിക്ക് ഇഷ്ടമായി. ഡയറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ഇത് നീനു ബേബിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. രാവിലെ തന്നെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിക്കത്തില്ല. അവളൊരു 10 മണി 11 മണിയാകുമ്പോഴത്തേക്കും കൊടുത്താലേ കഴിക്കുള്ളൂ. കാരണം രാത്രി മുഴുവൻ അവൾ ഇതിലാണല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പാലുകുടിയിലാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാനിത് ഏട്ടനാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത്. ഇത് ഉള്ളി ദോശയാണ്. ഇതെൻ്റെ ഒരു ട്രയൽ മാത്രമാണ് ഗൈസ്. കാരണം ദോശയുടെ മുകളിൽ ഇങ്ങനെ ഉള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ പുറത്തൂടെ ഇട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് എടുക്കുവാണ്. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഏട്ടനിൽ തന്നെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൈഡിൽ കൂടെ ഞാൻ ഉണക്കമീൻ ഉണ്ടാക്കുന്നുണ്ട്. ഏട്ടൻ ഒരു ദോശയും ബാക്കി പഴങ്കഞ്ഞി മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഉണക്കമീൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫേസ്ബുക്കിൽ ലൈവൊക്കെ പോയി. ഇത് ഞാനൊരു പ്രത്യേക രീതിയിലാണ് ഉണക്കമീൻ ഉണ്ടാക്കാൻ ഞാൻ മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത ഏതോ ഒരു രീതിയിലായി. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് എന്തോ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കി. പക്ഷെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ നീനു ബേബിക്ക് ഞാനൊരു തക്കാളി കൊടുത്തു. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പുതിയ മൈക്ക് വാങ്ങിച്ച കേട്ടോ, നല്ല രസമുണ്ട്. ഞാനിപ്പോൾ അതിലാണ് കേട്ടോ വോയിസ് ഓവർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അമ്മ വന്നു. അമ്മ പുറത്ത് പോയേക്കുമായിരുന്നു. അമ്മ പരവമീൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അമ്മ വന്ന് ഇത് തൊലി ഉരിയുന്ന ശ്രദ്ധിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇതിനു മുമ്പേ ഞാൻ പരവയല്ല പാരയാണ് കേട്ടോ, പാരമീൻ മേടിച്ചായിരുന്നു. ഞാൻ ഇതിൻ്റെ തൊലി ഉരിയാതെയാണ് ഗൈസ് കറി വെച്ചത്. അത് ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയ്ക്കകത്തുണ്ട് കേട്ടോ. അമ്മ ഉള്ളതുകൊണ്ട് തന്നെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അമ്മ തന്നെയാണ് ചെയ്യുന്നത്. നീനു ബേബി ഉറക്കം ഒക്കെ കഴിഞ്ഞിട്ട് തനിയെ അവിടെ നിന്ന് ഒരു ചാവി എടുത്ത് നടന്നു വരുന്ന സീനാണ് കേട്ടോ. നമ്മളിവിടെ ചീനിയും മീൻകറിയും രസമൊക്കെയാണ് കേട്ടോ കറി. പിന്നെ തോരനും ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് അമ്മയ്ക്കെല്ലാം വൃത്തിയാക്കി കൊടുത്ത് അരിയ പോലും വേണ്ട, കാരണം അമ്മയ്ക്ക് തന്നെ അരിയണം. അപ്പോൾ ബീൻസിൻ്റെ ആണ് അവിടെ വെള്ളത്തിലിട്ടേക്കുന്നത്. അപ്പോൾ ബീൻസ് ഞാൻ തന്നെയാണ് അരിഞ്ഞത്. ഇപ്പോൾ അതേ മീൻകറിയുടെ മിക്സാണ് നിങ്ങൾ കണ്ടത്. നീനു ബേബി എൻ്റെ വാലി പിടിച്ചുകൊണ്ട് തന്നെ നടപ്പുണ്ട്. ഇവിടെ പൂച്ചക്കുട്ടൻ്റെ ഞാൻ പറഞ്ഞില്ലേ അവനൊരു പൊസിഷൻ ഉണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ, അവിടെ തന്നെയാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കുക്കിങ്ങിൻ്റെ പരിപാടികളൊന്നും എനിക്കില്ല കേട്ടോ. ജസ്റ്റ് അരിഞ്ഞു
കൊടുക്കുക, അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കുക, ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി പരിപാടി എല്ലാം അമ്മ ഉണ്ടെങ്കിൽ അമ്മ തന്നെയാണ് ചെയ്യുന്നത്. അമ്മയ്ക്ക് തന്നെ ചെയ്യണം, അമ്മയ്ക്ക് വേറെ ആരും ചെയ്യുന്ന അത്ര ഇഷ്ടമല്ല. അതേ നമ്മൾ കഴിഞ്ഞ തവണ പുളിമുളകും കറിക്കകത്ത് മുരിങ്ങയ്ക്ക് ഇട്ട കണക്ക് ഇപ്പം വീണ്ടും ഇട്ടേക്കുവാണ്. അതേ അമ്മ ചീനി അരിയാണ്. ഇതുപോലെ അമ്മ എന്നെ അരിയാൻ സമ്മതിക്കത്തില്ല. കാരണം അമ്മയ്ക്കൊരു ശൈലിയുണ്ട്, ആ രീതിയിൽ തന്നെ അമ്മയ്ക്ക് കട്ട് ചെയ്ത് തന്നെ ഓരോന്ന് എടുക്കണം, അല്ലെങ്കിൽ അമ്മയ്ക്ക് പറ്റത്തില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അതേ വള്ളിയും പിടിച്ചുകൊണ്ട് നടക്കുവാണ്. ഇത് അച്ഛനും മോളുടെയും സീൻസാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബുള്ളറ്റ് ഒന്ന് പുറത്തിറക്കി, കാരണം കുറേ നാളായി ബുള്ളറ്റ് ഒന്ന് പുറത്തോട്ട് ഇറക്കിയിട്ട് നീനു ബേബിയും കൊണ്ട് ഒരു റൗണ്ട് അടിച്ചിട്ടാണ് ഏട്ടൻ വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് 2 പേർക്കും ഇട്ടു. എൻ്റെ പാത്രത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ നീനു ബേബിക്കും കൊടുക്കുന്നത്, അതുകൊണ്ട് വേറെ പാത്രം എടുത്തില്ല. കൂടുതലും അവൾക്ക് അതാണ് ഇഷ്ടം, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് നിന്ന് കൊടുക്കുന്നത്. തോരനുണ്ട്, മീൻകറിയുണ്ട്, പിന്നെ ഞാൻ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് കഴിക്കാൻ. അപ്പോൾ അച്ചാറൊക്കെ കൂട്ടി നമ്മളൊരു ഫിലിം കണ്ടു. നല്ല പടമായിരുന്നു. പടത്തിൻ്റെ പേര് അൺചാർട്ടേഡോ അങ്ങനെ എന്തോ ആയിരുന്നു പടത്തിൻ്റെ പേര്. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. ഒരു ഒരു പ്രത്യേക രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ കേട്ടോ. ഹൊററൊന്നും അല്ല, നല്ല അടിപൊളി പടമായിരുന്നു, ഒരു ട്രഷർ ഹണ്ട് എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഹെവി മഴയായിരുന്നു കേസ്, ഒരു ഒന്നാം തരം മഴ സമയത്ത് പിന്നെ ഫുൾ ഇവിടെ ഇരുട്ടാണ്, ഫുൾ ഇരുട്ട്. റൂമിലൊന്നും ഇരിക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ഇരുട്ടാണ്. പിന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് തുണി കുറേ ഉണക്കായിട്ടേന്ന്, പാതിയോളം ഉണങ്ങിയായിരുന്നു. ഞാൻ ഓടിപ്പോയി തുണിയൊക്കെ പറക്കി. അപ്പോൾ തുണിയൊക്കെ പറക്കുന്നത് ഒറ്റയ്ക്കാണോ, ഏട്ടൻ ഇല്ലേന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഏട്ടൻ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുവാണ്, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോയി മഴ നനഞ്ഞ് പറക്കിയത് കേട്ടോ. അപ്പം നല്ല അടിപൊളി മഴയും കാറ്റും ഒക്കെയാണ്. റൂമിലൊക്കെ ഫുൾ ഇരുട്ടാണ് കേട്ടോ ആ സമയത്ത്. അതിൻ്റെ കൂടെ മഴ സമയത്ത് ഇവിടെ കറണ്ട് കൂടെ പോകും. നീനു ബേബി മഴയൊക്കെ ആസ്വദിച്ച് അവിടെ സൈഡിൽ നിൽക്കുവാണ്. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇനി ഷൂട്ടിംഗ് ഒന്നും നടക്കത്തില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഫ്രം ഡാനീസ് ഡേയ്സ് ആൻഡ് നീനു ബേബി.